ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദയാണെങ്കിൽ വിക്രമിൽ നിന്നും അകന്നു പോയിരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം വിക്രമിനാണെങ്കിൽ എന്ത് സംഭവിച്ചു, വേദിക്ക് ഇത് എന്താ പറ്റിയ, എന്തായാലും വേദ ഞാൻ ശ്രീനിവാസൻ സാറിൻ്റെ അടുക്കലാണെന്ന് മനസ്സിലാക്കി ആ ഒരു മാറ്റം കൊണ്ട് പോയതല്ല. ഇതിന് പിന്നിൽ എന്തോ വ്യക്തമായും ശക്തമായും കാരണങ്ങളുണ്ട്. അതെന്തായാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കുക തന്നെ ചെയ്യും. ഇത്രയും നാളും എന്നെ ചേർന്ന് ഞാൻ എന്തൊക്കെ ചെയ്താലും എന്നെ ചുറ്റിപ്പറ്റി നിന്ന വേദ ഇത്ര പെട്ടെന്ന് എന്നിൽ നിന്നും ഒരു ചെറിയ കാരണത്തിന് വേണ്ടി മാറി നിൽക്കാൻ അത് അസാധ്യം തന്നെയാണ്. അപ്പോൾ ഇതിന് പിന്നിൽ എന്തോ ഒരു വലിയ കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ മലയ്ക്ക് പോയപ്പോൾ എന്തൊക്കെയോ ഇവിടെ നടന്നിട്ടുണ്ട്. എന്തായാലും വേദയെ തിരികെ കൊണ്ടുവരണം. കാരണം അവളില്ലാത്തൊരു ലോകം എനിക്ക് ശൂന്യമാണെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ പറയാതെ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് കയറിയവളാണ്. അങ്ങനെ ഇനി ഒരിക്കൽ തിരിച്ചു പോകാൻ ഞാൻ അനുവദിക്കില്ല. അവളെ എൻ്റെ മരണം വരെ അവളെ എൻ്റെ കൂടെ നിർത്തും. എല്ലാ സുഖ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും എനിക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയവളാണ് അവൾ. അവളെ കൈവിടിയാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ വിക്രം തൻ്റെ മനസ്സിനോട് പറയാൻ കേട്ടോ. ഇങ്ങനെ വിക്രമാണെങ്കിൽ കമലാമ്മയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. കമലാമ്മയും പറയുന്നുണ്ട്, എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും അറിയില്ല. അവളന്ന് പറഞ്ഞത് ആ ഒരൊറ്റ കാര്യമാണ്, വിക്രം ഒരിക്കലും മാറാൻ പോകുന്നില്ല, ഇപ്പോഴും ശ്രീനിവാസൻ സാറിൻ്റെ കൈക്കുള്ളിലാണ് അവൻ എന്ന്. ഇതൊക്കെ കേട്ടിട്ട് വിക്രമിന് ഇതൊന്നും വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നില്ല കേട്ടോ. എന്തായാലും ഇതിനൊക്കെ പിന്നിൽ എന്തോ ശക്തമായ കാരണങ്ങളുണ്ടെന്ന് തന്നെ വിക്രം മനസ്സിലുറപ്പിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ പിന്നീട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ശ്രീകാന്ത് ആണെങ്കിൽ വളരെ സന്തോഷവാനായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ വേദ ഇരിക്കുമ്പോൾ വേദനെ കാണാനൊക്കെ ചെല്ലുന്നുണ്ട്. വേദയാണെങ്കിൽ അറുപ്പോടും വെറുപ്പോടും കൂടി ആയിരിക്കും കേട്ടോ ശ്രീകാന്തിനെ കാണുന്നത്. ശ്രീകാന്ത് സംസാരിക്കാൻ ചെല്ലുമ്പോൾ ഒഴിഞ്ഞു മാറി പോകുകയാണ്. ഈ ഒരു സമയത്ത് ശ്രീകാന്ത് ആണെങ്കിൽ ബ്രെയിൻ വാഷൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്താലും അത് നിൻ്റെ നന്മയ്ക്ക് വേണ്ടി നല്ലതിന് വേണ്ടി മാത്രമാണ്. ഇപ്പം നീ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടല്ലോ, ഇപ്പം നിനക്കൊരു ലേബലുണ്ട്, നമ്മുടെ അച്ഛൻ്റെ മകളെന്ന ലേബൽ, എൻ്റെ സഹോദരി എന്ന ലേബൽ. ആ ലേബലിൽ നീ ജീവിച്ചാൽ മതി. നല്ലൊരു മാന്യനായി ഒരാളെയൊക്കെ വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് നീ ജീവിക്കണം. അതാ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അല്ലാതെ കണ്ട റൗഡികളെയും തെരുവിൽ കൂടെ നടക്കുന്നവരെയും ഒന്നുമല്ല നീ നിൻ്റെ ഭർത്താവാക്കേണ്ടത്, എൻ്റെ അളിയനാക്കേണ്ടത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് വേദ പുച്ഛത്തോടുകൂടി ശ്രീകാന്തിനെ നോക്കാൻ കേട്ടോ. എന്നിട്ട് വേദ പറയുന്നുണ്ട്, ആ തെരുവിൽ കിടക്കുന്നവൻ്റെ അത്രയും അന്തസ്സ് നിനക്കുണ്ടോ എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. ആ ഒരു ചോദ്യത്തിന് മുൻപിൽ പതറിപ്പോകാൻ കേട്ടോ ശ്രീകാന്ത്. എന്നിട്ട് ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, ഈ ജന്മം മുഴുവൻ എൻ്റെ ഭർത്താവ് വിക്രം തന്നെ ആയിരിക്കും, എൻ്റെ മരണം വരെ അതങ്ങനെ തന്നെ ആയിരിക്കും. അല്ലാതെ നിൻ്റെ ചെറ്റത്തരത്തിന് മുൻപിൽ ഒരിക്കലും ഞാൻ വിക്രമിനെ നഷ്ടപ്പെടുത്തില്ല. പിന്നെ നീ പറഞ്ഞതുപോലെ ഒരു ഡിവോഴ്സ് നോട്ടീസിൽ ഞാൻ ഒപ്പിട്ട് തരുമായിരിക്കാം. അത് നിയമപരമായിട്ടുള്ള ഒരു വേർപെടുത്തൽ മാത്രമായിരിക്കും. ഞങ്ങളുടെ മനസ്സുകൾ തമ്മിൽ ഒരിക്കലും വേർപെടുത്താൻ നിനക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തിൻ്റെ വായടുപ്പിക്കുന്നുണ്ട് കേട്ടോ. ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും നിന്നെ മനസ്സിലാക്കി വയ്ക്കാൻ എനിക്കാവുന്നില്ല. നിനക്ക് ഇതൊക്കെ മനസ്സിലാകേണ്ട ഒരു സമയം വരും, അന്ന് നീ ഇതൊക്കെ മനസ്സിലാക്കിക്കൊള്ളും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് അങ്ങനെ പോകുകയാണ് കേട്ടോ. എന്നിട്ടും ശ്രീകാന്തിൻ്റെ ഉള്ളിൽ നല്ല ഭയമുണ്ട്. അതായത് വേദ ഇനി വിക്രമിൻ്റെ അടുക്കിലേക്ക് തിരികെ പോകുമോ എന്നൊക്കെയുള്ള ഭയമുണ്ട്. താൻ ഇത്രയും നാൾ കളിച്ച കളികളൊക്കെ വെറുതെ ആകുമോ എന്നുള്ളൊരു ഭയം ശ്രീകാന്തിനെ അലട്ടിക്കൊണ്ടിരുന്നു കേട്ടോ. വിക്രമിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, അവനെ കാലും കൈ ഓടിച്ച് അവിടെ കിടത്തുകയാണെങ്കിൽ കുറേ കാലം അവൻ അങ്ങനെ അവിടെ കിടന്നോളും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രീകാന്തും അതുപോലെ തന്നെ നമ്മുടെ ശ്രീനിവാസൻ സാറും കൂടെ ഒക്കെ ചേർന്നിട്ട് വിക്രമിനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ വിക്രമാണെങ്കിൽ വേദയുടെ കാര്യങ്ങളോർത്ത് ഇങ്ങനെ വണ്ടിയിൽ ആകെ ഒരു മനസ്സ് അസ്വസ്ഥമായി പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആ ഒരു അപകടം നമ്മുടെ വിക്രമിനെ തേടിയെത്തുന്നത്. അങ്ങനെ രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം പറഞ്ഞില്ല കേട്ടോ വിക്രമിന്. വേദയില്ലാത്തത് കൊണ്ട് തന്നെ ആ മുറി മുഴുവൻ ഒരു ശൂന്യത അനുഭവപ്പെടുകയാണ്. ആ ഒരു സമയത്ത് രാത്രി സമയത്ത് വിക്രമാണെങ്കിൽ ഇങ്ങനെ ബൈക്കിലൂടെ ടൗണിലൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. ഈ അപ്പോഴായിരിക്കും നമ്മുടെ ശ്രീകാന്തിൻ്റെയും അതുപോലെ തന്നെ ശ്രീനിവാസൻ സാറിൻ്റെയും ഗുണ്ടകളും കൂടെ വിക്രമിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ അവരുടെ വെടിവെക്കാൻ കേട്ടോ ആ ഒരു ബുള്ളറ്റ് നമ്മുടെ വിക്രമിൻ്റെ നെഞ്ചിലേക്ക് തുളച്ച് കയറുകയാണ്. അങ്ങനെ അതിപ്പോൾ പെട്ടെന്ന് വിക്രമാണെങ്കിൽ കാട്ടിലേക്ക് തെറിച്ച് വീഴുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇത് തമിഴ് സ്റ്റോറി ബേസ് ചെയ്തിട്ട് പറയണമായിരിക്കും കേട്ടോ. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എന്തായാലും സ്റ്റോറിയിൽ ഉണ്ടാകും കേട്ടോ. അങ്ങനെ വിക്രമാണെങ്കിൽ ആദ്യം തന്നെ ഫോൺ എടുത്തിട്ട് വേദനെ ആയിരിക്കും കേട്ടോ വിളിക്കുന്നത്. പെട്ടെന്ന് വിക്രമിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വേദയുടെ മുഖമായിരിക്കുമേ. ഈ ഒരു സന്ദർഭത്തിൽ തന്നെ വേദ അത്
പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ കോൾ എടുക്കുമ്പോഴത്തേക്കിനും ഹലോ, ഞാൻ ഇനി വിളിക്കില്ലെന്ന് പറഞ്ഞതല്ലേ, പിന്നെയും എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തിയല്ലോ, ഞാൻ ഈ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ഈ സിം തന്നെ ഞാൻ ഇല്ലാണ്ടാക്കും, പിന്നെ അങ്ങനെ വിളിക്കും എന്ന് പറയുമ്പോഴേക്കും വിക്രമാണെങ്കിൽ ആകെ ഇടറിയ സ്വരത്തോടു കൂടി വേദ എന്നെ രക്ഷിക്കും വേദ, ഞാനൊരു അപകടത്തിൽ പെട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു വിക്രമിൻ്റെ നിലവിളി ശബ്ദമായിരിക്കും കേട്ടോ വേദ ആ ഫോണിലൂടെ കേൾക്കുന്നത്. ഇത് കേട്ട ഉടനെ വേദ ആകെ പരിഭ്രമിച്ചു പോകുകയാണ് കേട്ടോ. വിക്രമിന് എന്ത് പറ്റി എന്നറിയാതെ ആകെ വേദ സങ്കടപ്പെടുകയാണ്. അങ്ങനെ ആ ഒരു രാത്രിയിൽ തന്നെ വേദ ആരോടും പറയാതെ പെട്ടെന്ന് തന്നെ വിക്രമിൻ്റെ അടുക്കിലേക്ക് എത്തുകയാണ് കേട്ടോ. അങ്ങനെ വിക്രമിനെ കോരിയെടുക്കാൻ ആ ഒരു സമയത്ത് മനസ്സിലാക്കുന്നുണ്ട് ഇത് വെടിയുണ്ട കയറിയതാണെന്നും, അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ഇതിൻ്റെ പിന്നിലെ കേസും കോടതിയും അങ്ങനെ കുറേ ചുറ്റുവറ്റങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്ന വേദയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണില്ല കേട്ടോ. നേരെ ആരും കാണാതെ വേദയുടെ വീട്ടിലേക്ക് തന്നെ വിക്രമിനെ കൊണ്ടുവരികയാണ് കേട്ടോ. അങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്കിനും നമ്മുടെ വിക്രമിൻ്റെ ശരീരത്തിലൂടെ ചോര ഇങ്ങനെ ഒഴുകാതിരിക്കെ വേദയുടെ ഷോളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് എത്തിയ വേദയാണെങ്കിൽ തൻ്റെ കൂട്ടുകാരി, ഒരു ഡോക്ടറായ കൂട്ടുകാരിനെ ഫോൺ ചെയ്യാനും കേട്ടോ. അങ്ങനെ ആ കൂട്ടുകാരിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ നിനക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്, ഒരിക്കലും പുറലോകം അറിയില്ല, നിനക്കറിയാമല്ലോ ഇതെൻ്റെ ജോലിയെ തന്നെ ബാധിക്കും എന്നൊക്കെ പറയാനും കേട്ടോ. അങ്ങനെ വേദയുടെ നിർബന്ധപ്രകാരം ആ ഒരു ഫ്രണ്ട് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. വന്നിട്ട് ആ ബുള്ളറ്റൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വിക്രമിനെ പരിചരിക്കുകയാണ് കേട്ടോ. വിക്രമിൻ്റെ ബ്ലഡെല്ലാം തൂത്ത് ആ വിക്രമിൻ്റെ ഇതൊക്കെ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ വിക്രമിനെ ചേർത്ത് പിടിക്കാൻ കേട്ടോ. ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, എനിക്കറിയില്ല, ഞാൻ ആരോടും വഴക്കിനോ ഒന്നിനും പോയിട്ടുമില്ല, എങ്ങനെ സംഭവിച്ചു എന്നറിയില്ല, പെട്ടെന്നൊരു വണ്ടിയിലെ കുറേ ആളുകൾ കൂടി ഇറങ്ങി വന്നു, എന്നെക്കുറിച്ച് തല്ലി, ഞാൻ പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു അവർ തോക്കെടുത്ത് ചൂണ്ടിയത്, പിന്നെ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് പോലും എനിക്കറിയില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വേദ ചിന്തിക്കുന്നുണ്ട് ഇതിന് പിന്നിൽ ആരായിരിക്കും, ഇനി തൻ്റെ ഏട്ടനായിരിക്കും, അത്രയ്ക്ക് ക്രൂരനാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പിന്നെയും വേദ പറഞ്ഞിട്ട് ഇനി ശ്രീനിവാസനാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട്, ഒരിക്കലും ശ്രീനിവാസൻ സാർ ആയിരിക്കില്ല ഇതിന് പിന്നിൽ, അങ്ങനെ ചെയ്യാൻ ഞാൻ സാറിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടുമില്ലല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതാരോ മാറിപ്പോയിട്ട് വല്ലതും ചെയ്തതായിരിക്കും, അല്ലാതെ ആര് എന്നൊക്കെ പറഞ്ഞ് വിക്രമാണെങ്കിൽ വേദയുടെ മുൻപിൽ ഉരുണ്ട് കളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടും വേദയ്ക്ക് സംശയങ്ങളിങ്ങനെ വേദയുടെ മനസ്സിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി തൻ്റെ ഏട്ടൻ തന്നെ ആയിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഡോക്ടർ പോകാൻ കേട്ടോ. മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, നല്ല പെയിൻ കാണും, പെയിൻ കില്ലേഴ്സൊക്കെ തന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഡോക്ടർ പോകുന്നത്. ഈ ഒരു സമയത്ത് പോലീസ് സ്റ്റേഷനിലൊന്നും അറിയിക്കേണ്ട വന്നില്ലല്ലോ, ഇനിയിപ്പോൾ എന്തായാലും ഞാൻ നാളെ വന്നിട്ട് ഒന്നുകൂടെ മുറിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറും അങ്ങ് പോകാൻ കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ വിക്രമിന് വേണ്ടി നല്ല രീതിയിൽ തന്നെ പരിചരിക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാനൊക്കെ വിളിക്കുമ്പോഴത്തേനും ആ ഫുഡിൽ നിന്ന് ഒരു പങ്ക് നമ്മുടെ വിക്രമിനും കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തൻ്റെ റൂമിൽ ആരും കാണാതെ വിക്രമിനെ പരിപാലിക്കാൻ കേട്ടോ വേദ. ഇതൊക്കെ കണ്ടിട്ട് വിക്രമിന് ഒരുപാട് സന്തോഷമാകുകയാണ്. വേദയോടുള്ള സ്നേഹം 10 മടങ്ങ് കൂടുകയാണ് കേട്ടോ. എങ്കിലും വേദയ്ക്കാണെങ്കിൽ ഇതാകെ ഒരു ഭയമാണ്. കാരണം തൻ്റെ ഏട്ടനെങ്ങാനും കണ്ടുപിടിച്ചാൽ എല്ലാം ഇവിടം കൊണ്ട് തകിടം മറിയില്ലോ എന്നൊക്കെ ആലോചിച്ച് വേദയുടെ മനസ്സാകെ നീറുകയാണ് കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ വിക്രമിനെ ഒരു കുഞ്ഞിനെ പോലെ പരിചരിക്കുകയാണ്. വിക്രമിനും ഒരുപാട് സന്തോഷമാകാൻ. വിക്രം എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത്രയും സ്നേഹം നിനക്ക് എന്നോടുണ്ടായിട്ട് നീ എന്തിനാണ് എന്നെ വിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, അതെല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങൾ, ഇപ്പോൾ നിന്നെ ഒരുപാട് മുന്നേ സ്നേഹിച്ചിരുന്നു, ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ രക്ഷപ്പെടുത്തിയത്, എൻ്റെ മുറിവുകൾ ഉണങ്ങുമ്പോൾ നീ ഇവിടെ നിന്ന് പോയിക്കോണം എന്നൊക്കെ പറഞ്ഞിട്ട് വേദ വിക്രമിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ വിക്രമിന് പിന്നെയും സങ്കടമാകുകയാണ്. അങ്ങനെ വിക്രമാണെങ്കിൽ കുറേയധികം പ്രാവശ്യം ചോദിക്കുന്നുണ്ട് വേദയോട്, എന്താ തനിക്ക് പറ്റിയത്, ഇതിന് പിന്നിൽ എന്തോ ഒരു കാരണം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം, അതെന്താണെന്ന് പറ, നിന്നെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യം ഇതിന് പിന്നിലുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ വേദയാണെങ്കിൽ അതെല്ലാം ആ ഒരു ചോദ്യങ്ങൾക്ക് മുൻപിൽ തട്ടിമാറ്റാൻ കേട്ടോ. എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല, ആരുടെ ഭീഷണിക്ക് മുൻപിൽ ഞാൻ വഴങ്ങുകയില്ല. പിന്നൊരു കാര്യം, ഇതെൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ എടുത്ത തീരുമാനമാണ്. കാരണം ഒരുപാട് ഞാൻ നന്നാക്കാൻ ശ്രമിച്ചു, നന്നാവില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അവിടെ നിന്ന് പടിയിറങ്ങി, അതാണ് എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ വിക്രമാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ്. തൻ്റെ മുറിവുണങ്ങിയപ്പോൾ വിക്രമാണെങ്കിൽ അവിടെ നിന്നും ആരും അറിയാതെ ഒരു രാത്രിയിൽ മാറുകയാണ് കേട്ടോ.